ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി മിത്രങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, അസ്സലാമു അലൈക്കും. മൂല്യച്യുതിയുടെയും സമാധാന ഭംഗത്തിന്റെയും അന്ധകാരത്തിൽ അലയുന്ന ആധുനിക മനുഷ്യനെ സമാധാനത്തിന്റെ ഋചുപാതയിലേക്ക് വെളിച്ചം കാണിക്കാൻ മതവിദ്യ അത്യാവശ്യമാണ്. അതുകൊണ്ട് മതവിദ്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അറിവിന്റെ ആധിക്യം മനുഷ്യനെ താഴ്മയുള്ളവനാക്കണം. നിറയെ മാമ്പഴമുള്ള മാവ് അതിന്റെ ഭാരത്താൽ മരത്തിന്റെ ശിഖരം താഴ്ന്നു നിൽക്കുന്നത് പോലെ അറിവിന്റെ മധുരം അധികരിക്കുമ്പോഴും താഴ്മയോടെ ജീവിക്കാനാണ് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മതപണ്ഡിതന്മാർ താഴ്മയോടെ നടക്കുന്നതും സമാധാനത്തോടെ പെരുമാറുന്നതും. മാതാപിതാക്കൾ, കൂട്ടുകാർ, ജനങ്ങൾ ഇവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന മക്കളെ സൃഷ്ടിക്കുന്നതിൽ മതവിദ്യയുടെ പങ്ക് നിസ്തുലമാണ്. അവർ സമ്പൽ സമൃദ്ധിയിലെത്തണം. അവർ ദുർബലരാവരുത്. അവർ പ്രതീക്ഷയില്ലാത്തവരെ മാറരുത്. ജീവിതത്തിൽ ടെൻഷൻ വരുമ്പോൾ ആത്മഹത്യയിൽ അഭയം തേടുന്നവരായി മാറരുത്. അവർക്ക് തഖ്വയും ഈമാനും ഇഹ്സാനും നൽകണം. അത് മതപഠനത്തിലൂടെ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. അറിവിനപ്പുറം തിരിച്ചറിവിന്റെ ഉറവിടമാണ് മതപഠനം. ഓപ്പറേഷന് വേണ്ടി വന്ന രോഗിയുടെ 2 വൃക്കകളും മോഷ്ടിച്ച ഡോക്ടർ ഓപ്പറേഷൻ എന്ന അറിവുണ്ടെങ്കിലും കളവ് നടത്തിയാലുള്ള തിരിച്ചറിവില്ലാത്തിടത്താണ് മതപഠനത്തിന്റെ പ്രസക്തി വിളിച്ചോരുന്നത്. പറവകൾ വട്ടമിട്ടു പറക്കുന്ന ആകാശവും മത്സ്യജാലകങ്ങൾ നീതി തുടിക്കുന്ന സാദരവും അടങ്ങിയ പ്രപഞ്ചത്തിനെ കുറിച്ച് അറിവ് സാംശീകരിക്കുമ്പോഴും ഇതൊക്കെ നിയന്ത്രിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള തിരിച്ചറിവിലേക്കാണ് മതപഠനം വെളിച്ചം വീശുന്നത്. മനുഷ്യനിർമ്മിത സാങ്കേതിക വിദ്യകൾ പലവട്ടം പണിമുടക്കുമ്പോഴും അതിസങ്കീർണമായ പ്രപഞ്ച വ്യവസ്ഥകൾ തടസ്സമില്ലാതെ മുന്നേറുന്നത് യാദൃച്ഛികതയല്ല, മറിച്ച് അതിന്റെ പിന്നിൽ അല്ലാഹുവാണെന്ന പരമസത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതും മതപഠനമാണ്. ജ്ഞാനാഭ്യാസം ഓരോ മുസ്ലിമിനും നിർബന്ധമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, 1ാം ക്ലാസ്സിൽ പഠിച്ചത്ര കുട്ടികളെ 10ാം ക്ലാസ്സിൽ കാണാൻ കഴിയില്ലല്ലോ. പണത്തിന്റെ പളപ്പളവിലും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരത്തിലും അടിമപ്പെട്ട് മതപഠനത്തെ നിസ്സാരവൽക്കരിക്കുന്നിടത്താണ് നമ്മൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. വൃദ്ധസജനത്തിന്റെ ഉള്ളറകളിലേക്ക് മാതാപിതാക്കളെ വലിച്ചെറിയരുത്. മാതാപിതാക്കളോട് ശുക്ർ ചെയ്താൽ മാത്രമേ എന്നോടുള്ള ശുക്ർ പൂർത്തിയാകുകയുള്ളൂ എന്ന് അടിവരയിട്ട് പറയുന്ന വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കാൻ മദ്രസയിലേക്ക് വിടാത്ത എന്റെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നാളെ സഭയിൽ വെച്ച് പാപഭാരത്താൽ തള്ളപ്പെട്ട തങ്ങളുടെ മക്കൾ പറയും, അല്ലാഹുവേ, എന്റെ മതപഠനം നിഷേധിച്ച എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും നെഞ്ചിൽ ചവിട്ടി എനിക്ക് നരകത്തിൽ പോയാൽ മതിയെന്ന്. വിശ്വശാന്തിക്ക് സമാധാനത്തിന്റെ മതവിദ്യ മാത്രമാണ് പരിഹാരമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.